എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ഓൺ റൂട്ട് റോസിൻ്റെ കോംബോയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ടോട്ടൽ വരുന്നത് 4 റോസായിരിക്കും. 4 റോസിന് 200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 4 റോസ് എന്ന് പറയുമ്പോൾ 3 എണ്ണം ഓൺ റൂട്ടായിട്ടുള്ള റോസും ഒരെണ്ണം ബഡ് റോസായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 പ്ലാന്റിന് നമുക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണുള്ളത് നമ്മൾ കാണിക്കാം, അതുപോലെ തന്നെ പ്ലാന്റ് സൈസും കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ. ഒരുവിധം എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട്, അതിൽ കൂടുതൽ മൊട്ടുകളാണ് കേട്ടോ ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. കാരണം ഓൺ റൂട്ട് റോസ് വാങ്ങാൻ എപ്പോഴും ആൾക്കാർ ഇത് അടികൂടുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയാം കേട്ടോ. കാരണം ബഡ് റോസിനേക്കാളും വാങ്ങാൻ എല്ലാവർക്കും താല്പര്യം ഓൺ റൂട്ട് റോസാണ്. കാരണം അതിന് ലൈഫ് കൂടുതലും ഓൺ റൂട്ട് റോസാണ്. അപ്പോൾ ഇങ്ങനെയൊരു 4 കളറായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ 4 ഒരെണ്ണം ബഡായിരിക്കും, ഒരെണ്ണം ഓൺ റൂട്ടായിരിക്കും കേട്ടോ. ബഡ് കൂടുതലും ഈ ഒരു ഓറഞ്ചായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ. നല്ല ഹെൽത്തി പ്ലാന്റ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കൊട്ടാരക്കരയിൽ കൃത്യസ്ഥലം വരുന്നത് പള്ളിക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് വന്നാൽ പ്ലാന്റ് അവിടുന്ന് എടുക്കാവുന്നതാണ്, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരിട്ട് വന്നെടുക്കാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരും നമ്മൾ ഈ നമ്പറിൽ തന്നെ വേണേൽ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഇഷ്ടമാവുന്നവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാത്തതുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണാം.